നമ്മുടെ KSRTC റീച്ചമ്മിച്ച് വന്നിട്ടുണ്ട്. നമുക്ക് ചേച്ചിക്ക് പറയാനുള്ള കുറച്ച് കാര്യങ്ങൾ നമുക്കൊന്ന് ആദ്യം കേട്ട് നോക്കാം. ഹായ്, ഞാൻ അപ്സ കേരജി. നിങ്ങൾ എൻ്റെ ലാസ്റ്റ് വീഡിയോ കണ്ടിട്ടുണ്ടായിരിക്കും. കണ്ടു ഞങ്ങൾ കണ്ടോ. വീഡിയോ നന്നായിട്ട് കണ്ടു ബോധിച്ചിട്ടുണ്ട് ഞങ്ങളെ. അങ്ങനെ ലൈഫിൽ ഒരു തവണയെങ്കിലും എക്സ്പീരിയൻസ് ചെയ്തിട്ടുള്ള പെൺകുട്ടികൾക്ക് മാത്രമേ അത് റിലേറ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ. ചേച്ചി ഇപ്പോൾ പറഞ്ഞല്ലോ, ഇതുപോലെ എക്സ്പീരിയൻസ് ചെയ്താൽ മാത്രമേ അറിയാൻ പറ്റുള്ളൂ. ചേച്ചി, ഞാൻ ഇതുപോലത്തെ സിറ്റുവേഷൻസൊക്കെ ചെറുതായിട്ടൊക്കെ ഒന്ന് ഫേസ് ചെയ്തിട്ടുണ്ട്. പക്ഷെ ഞാൻ ചേച്ചി ചെയ്ത പോലൊന്നും ചെയ്തില്ല. വീഡിയോ എടുക്കാൻ നിന്നില്ല. ഞാൻ അപ്പം തന്നെ അത് റെസ്പോണ്ട് ചെയ്യുക ചെയ്തത്. ആ സീനിനെതിരെ അതിനെ ഓപ്പോസിറ്റായിട്ട് ഞാൻ റിയാക്ട് ചെയ്യുക ചെയ്തത്. അതിൽ ചേച്ചി ഇത്ര കഷ്ടപ്പെട്ട് ഈ വീഡിയോ എടുക്കാൻ വേണ്ടി നിന്നില്ലേ, അതിൻ്റെ ഒരു 10% പോലും കഷ്ടപ്പാടില്ല ചേച്ചി നമുക്ക് റിയാക്ട് ചെയ്യണേന്. അതറിയില്ല ചേച്ചിക്ക്. ചേച്ചി അങ്ങനെ പറഞ്ഞുകൊണ്ട് കേട്ടോ ഞാൻ പറഞ്ഞത്. ഞാൻ എൻ്റെ ലൈഫിൽ നടന്നൊരു റിയൽ ഇൻസിഡൻറ്റ് വീഡിയോ ആയിട്ട് കാണിച്ചു. അതിൻ്റെ കമൻസിൽ ഫുള്ള് ഞാൻ റീച്ചിന് വേണ്ടിയിട്ടാണ്, ഞാൻ ഫോളോവേഴ്സിനെ കൂട്ടാൻ വേണ്ടിയിട്ടാണ്. പിന്നെ ഞങ്ങൾ ഇതിനെന്താ ചേച്ചി മനസ്സിലാക്കേണ്ടത്? ആ വീഡിയോയിൽ ഞങ്ങൾക്ക് അതിനകത്ത് ഒന്നും മനസ്സിലാവുന്നില്ല ചേച്ചി. ആ പുള്ളിക്കാരന് ഒന്നും അറിയാത്ത പോലെ പുള്ളി നിൽക്കണത്. എനിക്കതിൽ കണ്ടിട്ട് തോന്നുന്നത് ചേച്ചിക്ക് എന്തോ താല്പര്യമൊക്കെ തോന്നി എന്ന രീതിയിലാണ് എനിക്ക് അതിനകത്ത് തോന്നിയേക്കണത്. ചേട്ടൻ എന്തെങ്കിലും ഒന്ന് ചെയ്തിരുന്നെങ്കിൽ എന്ന് ചേച്ചി ആഗ്രഹിച്ചു. എന്തുകൊണ്ട് അങ്ങനെ ഒരു വീഡിയോ എടുക്കാനായിട്ട് ചേച്ചി ഇടങ്ങണ്ണിട്ടൊക്കെ നോക്കി. അങ്ങനെ എനിക്ക് തോന്നിയത്. കുറേ കമൻസ്. പിന്നെ ചേച്ചിക്ക് വിഷമമായോ കമൻറ്റ് ബോക്സിൽ ഒന്ന് ചീത്ത പറഞ്ഞിട്ട്? അത് വേറൊന്നും കൊണ്ടല്ല ചേച്ചി, കോമൺ സെൻസ് അതുള്ളവർ ഉണ്ട് എന്നറിയിക്കാൻ വേണ്ടിയിട്ടാണ് ആൾക്കാർ വന്ന് ചേച്ചിയുടെ കമൻറ്റ് ബോക്സിൽ വന്ന് പൊങ്കാല ഇട്ടത്. ഞാനും വായിച്ചായിരുന്നു. വഴി വന്നപ്പോൾ ഒരു കമൻറ്റ് ഇടാലോ എന്ന് പറഞ്ഞ് വന്നതാ. അപ്പോഴത്തേക്കും അതാ കാണുന്നു, ഞാൻ പറയുന്നതിനേക്കാളും കൂടുതൽ അവിടെ പറയുന്നുണ്ട്. പിന്നെ നമ്മൾ എന്തിനാ പ്രതികരിക്കണമെന്ന് വെച്ചാൽ ഞാൻ എൻ്റെ കമൻറ്റ് അങ്ങ് എൻ്റെ മനസ്സിൽ തന്നെ അങ്ങ് വെച്ചു. അടുത്തത് കേട്ടു നോക്കാവേ. ഒരു കാര്യം അറിയാത്ത റിയാക്ഷൻ വീഡിയോ ചെയ്ത കുറേ പേരുണ്ടല്ലോ, അവരെന്നോട് ഒരു തവണയെങ്കിലും ആ വീഡിയോയിൽ എന്തെങ്കിലും സത്യം ഉണ്ടോ എന്ന് ചോദിച്ചു. ചേച്ചി അങ്ങനെ ചോദിക്കേണ്ട കാര്യമില്ല ചേച്ചി. ഞങ്ങൾക്ക് കോമൺ സെൻസ് ഉണ്ട് ചേച്ചി അല്ലേ ആ വീഡിയോ എടുത്ത് ഞങ്ങൾക്ക് പ്രദർശിപ്പിച്ച് തന്നത്. പിന്നെ ഞങ്ങൾ എന്തിനാ ചേച്ചിയോട് ചോദിക്കണത്? എന്ത് കാര്യത്തിന് ചോദിക്കും? അതിനകത്ത് എന്താണ്? ചേച്ചി തന്നെ പറ, അതിനകത്ത് എന്താണ്? ഇല്ല, ചോദിക്കത്തില്ല. എന്താ, അവർക്ക് കണ്ടന്റ് വേണം. അഫ്സാന കേറേജി, ഒരു കണ്ടന്റ് വേണമെങ്കിൽ നിന്റെ ആവശ്യമില്ല മോളെ. നിന്റെ ഒരു വീഡിയോ കൊണ്ട് ഞങ്ങൾക്ക് കണ്ടന്റ് ഉണ്ടാക്കണമെന്നില്ല. നീ തന്നെയാണിത് സോഷ്യൽ മീഡിയയിലോട്ട് ഇട്ട് തന്നത്. നീ ആദ്യം ഒരു വീഡിയോ ഇട്ട് അതിന് 1 മില്യൺ അടിച്ചു. പിന്നെ അപ്പം അതിനകത്ത് നീ റൈറ്റിങ്ങോടെയാണ് ഇട്ടത്. പിന്നെ നീ രണ്ടാമത്തത് വീഡിയോ നീ മ്യൂസിക്കോടെ നീ ഇട്ട് അല്ലേ? നീ അപ്പം ആള് കൊള്ളാലോ. എന്നിട്ട് കണ്ടന്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ് റിയാക്ട് എല്ലാവരും ചെയ്തേക്കണത്. നിന്റെ ഒന്ന് ഫോൺ എടുത്ത് നോക്കിയാൽ മതി, അതിനകത്ത് ഒരുപാട് കാര്യങ്ങൾ നടക്കുന്നുണ്ട് കേട്ടോ. നീ ഒരാളെ അപമാനിക്കാൻ നോക്കിയത് കൊണ്ടാണ് നിനക്കെതിരെ എല്ലാവരും റിയാക്ട് ചെയ്തേക്കണത്. കുറെ പേര് ആ വീഡിയോ കണ്ട് ചോദിക്കുന്നുണ്ടല്ലോ, ഞാൻ റിയാക്ട് ചെയ്തില്ലെന്ന്. നിങ്ങൾ കണ്ടോ ഞാൻ റിയാക്ട് ചെയ്തോ ഇല്ലയെന്ന്? ചേച്ചി പറഞ്ഞ വീണ്ടും കേട്ടല്ലോ, ചേച്ചി റിയാക്ട് ചെയ്തു എന്ന്. ചേച്ചി എന്തായാലും ഇത്രയും കഷ്ടപ്പെട്ടെടുത്ത് വീഡിയോ എടുത്തതാ. അങ്ങനെയാണ് ചേച്ചി എന്തുകൊണ്ട് ചേച്ചി ആ ബാക്കിയുള്ള വീഡിയോ കൊണ്ട് എടുത്തില്ല? ഇത്രയും കഷ്ടപ്പെട്ട ഇടം കണ്ടിട്ട് കൈയിട്ട് ഇങ്ങോട്ട് കാണിക്കുന്നു, മറ്റേത് കാണിക്കുന്നു, അങ്ങനെ പല രീതിയിലും ചേച്ചി ശ്രമിച്ചിട്ടുണ്ട്. അപ്പൊ ചേച്ചി റിയാക്ട് ചെയ്തു എന്ന് പറയാം. എന്തുകൊണ്ട് ചേച്ചി എന്നാ റിയാക്ട് ചെയ്ത് വീഡിയോ എടുത്തില്ല? ചേച്ചിയുടെ കൂടെ ബെസ്റ്റ് ഫ്രണ്ടായ ആൾക്കാർ, അന്ന് ആ ബെസ്റ്റ് ഫ്രണ്ടായ ആൾക്കാർ വന്ന് ഇതിനകത്തൊന്ന് കമന്റ് എടുത്തില്ലേ? ഈ വീഡിയോ ഇത്രയും പബ്ലിക്കായിട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഈ വീഡിയോ അന്ന് അവർ വന്ന് കമന്റ് എടുത്തില്ല? അവരൊന്ന് പറയത്തില്ലേ ഈ കുട്ടി ഇന്ന സംഭവം ഉണ്ടായി, അപ്പം ഈ കുട്ടി പ്രതികരിച്ചു, നിങ്ങൾ ആരും ഈ കുട്ടി കുറ്റപ്പെടുത്തരുതെന്ന് പറഞ്ഞിട്ട് ആരെങ്കിലും വന്ന കമന്റ് എടുത്തില്ലേ? എന്തുകൊണ്ട് ആരും ഇട്ടില്ല? ചേച്ചി അതിനൊന്നൊരു ഉത്തരം തരണേ. വീഡിയോ കണ്ടിട്ട് നിങ്ങൾ എന്നെ ജഡ്ജ് ചെയ്യാൻ വരണ്ട. പിന്നെ വേറെ കുറെ പേര് ചോദിക്കുന്നുണ്ട്, അയാൾ മാന്യായിട്ടാണല്ലോ ഇരിക്കുന്നത്. എന്റെ മോളെ, നിന്നെയൊക്കെ ആര് ജഡ്ജ് ചെയ്യാൻ പറയണം? നിന്നെയൊക്കെ ജഡ്ജ് ചെയ്യാൻ ചെന്നാലല്ലേ ഞങ്ങൾ നാറും. നീ ഇപ്പൊ പറഞ്ഞല്ലോ അയാൾ പിന്നെ അയാൾ മാന്യമായിട്ടിരിക്കുന്നതാണെന്ന് എല്ലാവരും വന്ന് കമന്റ് ബോക്സിൽ വന്ന് പറഞ്ഞു. നീ അതിന് ഉത്തരം എന്താ? ഞങ്ങൾക്കും അങ്ങനെ തന്നെ തോന്നിയത്. അയാൾ മാന്യമായിട്ടിരിക്കുന്നതായിട്ട് ഞങ്ങൾക്ക് തോന്നിയത്. എനിക്കൊക്കെ തോന്നിയത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നീയാണ് അതിനകത്ത് മാന്യത ഇല്ല ഒരു കുട്ടി എന്നാണ് എനിക്ക് തോന്നിയത്. കമന്റ് ബോക്സിൽ വന്നിട്ടേ കിടന്ന് നൃത്തം കളിച്ചിട്ടുണ്ടെങ്കിൽ അത് നിന്റെ കയ്യിലിരിപ്പ് കൊണ്ടാ. അതാദ്യം നീ മനസ്സിലാക്കും. നിന്റെ കയ്യിൽ കാര്യം പേടിക്കേണ്ടത് അവരെയാണ്. ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, നിങ്ങളുടെ അമ്മയ്ക്കോ പെങ്ങൾക്കോ നാളെ ഇതുപോലൊരു സിറ്റുവേഷൻ ഉണ്ടാവുമെന്ന് വന്ന് പറയുന്നു, അപ്പൊ നിങ്ങൾ ആദ്യം തെളിവ് ചോദിക്കൂ? അതോ അവരൊന്നും പ്രതികരിച്ചില്ല എന്ന് പറയുമ്പോൾ നിങ്ങൾ എന്റെ പഴമിഴിഞ്ഞ് ഇരുന്നേന്ന് ചോദിക്കും? എന്റെ മോളെ, നിന്നെ പോലെ എന്തായാലും ഇനി വേറെ ആളുണ്ടാവും എന്ന് എനിക്കറിയത്തില്ല. നിന്നെ പോലെ എന്തായാലും കാണിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല.
നീ കാണിച്ചു കൂട്ടി ഇങ്ങനെ ഫേമസ് ആവാൻ വേണ്ടിയിട്ട് ഇതുപോലെ കിടന്ന് കോക്കൃത്തരങ്ങളും മറ്റും മറിച്ചൊന്നും കാണിക്കുന്നു അതെന്ന് മനസ്സിലായി. നീയൊക്കെ റീച്ചിന് വേണ്ടിയിട്ട് ഏതറ്റം വരെ പോകും. നിനക്ക് അല്പം മനസാക്ഷി ഉണ്ടായിരുന്നെങ്കിൽ നീ നിന്റെ വീഡിയോ നീ ഡിലീറ്റ് ആക്കിയേനെ. നീ ഇപ്പോഴും പറയണത് എന്താ, നിനക്ക് നീ റീച്ചിന് വേണ്ടി അല്ല ചെയ്തതെന്നാണ് പറയണത്. നീ ഇപ്പോഴും ആ വീഡിയോ നിന്റെ ഇതിനകത്ത് ഇട്ടുകൊണ്ടിരിക്കണം. അതെന്താ കാര്യം, എന്താ, നിനക്ക് റീച്ച് കിട്ടണം, അതാണ് റീച്ച് മുഖ്യം. ബിഗിലെ നിങ്ങളിവിടെ ഒട്ടും സേഫ് അല്ല. നിങ്ങൾക്ക് പറ്റുന്നുണ്ടെങ്കിൽ നിങ്ങൾ കോഴ്സ് എടുത്തോ ജോലിക്കായിട്ടോ വേറെ ഏതെങ്കിലും രാജ്യത്തോട്ട് ഓടി രക്ഷപ്പെടാൻ നോക്കൂ. നിങ്ങൾക്ക് ഇതുപോലൊരു എക്സ്പീരിയൻസ് ഉണ്ടാകുമ്പം നിങ്ങളെ സപ്പോർട്ട് ചെയ്യാനായിട്ട് ആരും ഉണ്ടാകത്തില്ല. അതിൻ്റെ ഏറ്റവും വലിയ എക്സാമ്പിളാണ് എൻ്റെ കമൻറ്റ് ബോക്സ്. അതായത് അപ്സ ചേച്ചിക്ക് ഇവിടെ പറയാനുള്ളത് മറ്റൊന്നുമല്ല, അനീതിമാരോടാണ് പറയണത്. എല്ലാവരും ഈ കേരളത്തിൽ നിന്ന് ഓടി രക്ഷപ്പെടുക. അത് പബ്ലിക് ട്രാൻസ്പോർട്ടിൽ ആരും യാത്ര ചെയ്യരുത്. ഇങ്ങനെ ഒരു അനുഭവം ഉണ്ടായിക്കഴിഞ്ഞാൽ ആരും തന്നെ യാത്ര ചെയ്യരുത്. അതുപോലെ തന്നെ നിങ്ങളെല്ലാവരും ഓടി രക്ഷപ്പെടുക. വേറെ ഏതെങ്കിലും കൺട്രീസിലോട്ട് നിങ്ങളെല്ലാവരും ഓടി രക്ഷപ്പെടുക. കൂട്ടാൻ ഉദ്ദേശിച്ചു കഴിഞ്ഞാൽ ആരും നിങ്ങളെ സപ്പോർട്ട് ചെയ്തില്ല എന്നാണ് ചേച്ചി പറഞ്ഞു തരുന്നത്. എടി മോളെ, അവിടെ ആ ബസ്സിൽ അങ്ങനെ എന്തെങ്കിലും സംഭവം ഉണ്ടായിട്ടുണ്ടെങ്കിൽ തന്നെ നിന്നെ സപ്പോർട്ട് ചെയ്ത്, അതായത് നീ അയാൾക്കെതിരായിട്ട് റിയാക്ട് ചെയ്തു എന്നാണല്ലോ നീ ഇപ്പോൾ ഈ വീഡിയോയിൽ പറയണത്. അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ടെങ്കിൽ അവിടെ നിന്ന ആൾക്കാർ, ആ ബസ്സിലുണ്ടായ ആൾക്കാരുണ്ടാവുമല്ലോ, ആ പാസഞ്ചേഴ്സ് തന്നെ ഈ നിന്റെ വീഡിയോസിനടിയിൽ വന്നിട്ട് കമൻറ്റ് ചെയ്തേനെ. നീ കാണിക്കുന്ന വെടലത്തരത്തിന് അവരൊന്നും കൂട്ടല്ല. നീ അത് ആദ്യം മനസ്സിലാക്കിയത് നീ മാത്രം അറിഞ്ഞിട്ടുള്ളൊരു കളിയാന്ന് ഇവിടെ എല്ലാവർക്കും മനസ്സിലാവും. ചിലപ്പോൾ നിന്റെ വീട്ടുകാരെ വിശ്വസിക്കുമായിരിക്കും, പക്ഷെ നീ നാട്ടുകാരെ ബ്ലെയിം ചെയ്യിപ്പിക്കണ്ട.